വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് പാർട്ട്, അതായത് സെക്ഷൻ ഓഫ് സോളിഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ് ആണ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ് ആണ്. അതായത് സെക്ഷന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു സോളിഡിന്റെ ഡെവലപ്മെന്റ് വരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സോളിഡ് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയാൽ ഒരു പെന്റഗണൽ പിരമിഡാണിത്. ഈ പെന്റഗണൽ പിരമിഡിനെ ഒരു പോയിന്റിൽ നിന്ന് വെച്ച് കട്ട് ചെയ്യുക. അതായത് ഇതൊരു പെന്റഗണൽ പിരമിഡാണ്. ഓക്കെ, ബേസ് നോക്കുമ്പോൾ പെന്റഗണാണ് ബേസ്. ഇതിന്റെ ഏതൊരു ഒരു പോയിന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരയ്ക്കുന്ന വ്യൂവിനാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു പെന്റഗണൽ പിരമിഡ് എടുക്കാം. ഓക്കെ, ഇതൊരു സെയിം ബേസ് പെന്റഗൺ ആയിട്ടുള്ള ഒരു പിരമിഡാണ്, റെഗുലർ പെന്റഗണൽ പിരമിഡാണ്. ഇതിന്റെ ഈ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നു, എന്നിട്ട് നേരെ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ഫിഗറിനാണ് ഡെവലപ്മെന്റ് എന്ന് പറയാം. അതായത് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു പെന്റഗണൽ പിരമിഡ് കിട്ടും. നമുക്ക് ബേസ് വേണ്ട, അതായത് നമുക്ക് ലാറ്ററൽ സർഫസ് മാത്രം മതി ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ. അതായത് ബേസ് നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മൾ ലാറ്ററൽ സർഫസ് മാത്രം. അതായത് പെന്റഗണൽ പിരമിഡ് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് ഒരു പെന്റഗണൽ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും. അത് പെന്റഗണൽ പിരമിഡിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും. ഏത് സ്ലാന്റ് എഡ്ജ് വേണം എടുക്കണം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിന്റെ ലെങ്ത് ആയിരിക്കും. ഇപ്പൊ 30 mm ബേസ് എങ്കിൽ ഈ ബേസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 mm ആയിരിക്കും. ഒരു പെന്റഗണൽ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, ഈ ലെങ്ത് സ്ലാന്റ് ലെങ്ത് ആണ്, അതെല്ലാം സെയിം ആണ്. സ്ലാന്റ് ഹൈറ്റിന്റെ സെയിം ലെങ്ത് ആണ് ഇതെല്ലാം. അതുപോലെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിന്റെ ലെങ്ത് എന്താണോ, അതായത് ബേസ് എഡ്ജിന്റെ ലെങ്ത് അതായിരിക്കും ഇവിടെ വരിക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഡെവലപ്മെന്റ്സ് വരയ്ക്കാനുള്ളത് നേരത്തെ പഠിച്ച പോലെ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, ഡിഫറന്റ് പിരമിഡ്സ് ഉണ്ട്, സിലിണ്ടർ, കോൺ. അതായത് സോളിഡ്സ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ സ്പിയർ നോക്കിയിട്ടില്ല. സ്പിയർ മാത്രമേ നമ്മൾ സ്കിപ്പ് ചെയ്ത സോളിഡ്. ഈ സ്പിയർ നമ്മൾ മൊഡ്യൂൾ 4 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്പിയറിന്റെ ഐസോമെട്രിക് വ്യൂ മാത്രം പഠിച്ചാൽ മതി. സെക്ഷന് സ്പിയറിന്റെ ഒന്നും, സെക്ഷനും ഡെവലപ്മെന്റ് ഒന്നും സ്പിയറിന്റെ ഇല്ല. ഇത്രയും സോളിഡ്സ് ആണ് നമുക്കുള്ളത്: പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോൺ. ഓക്കെ, പിരമിഡിന്റെ ഇപ്പൊ കണ്ടു, ഇങ്ങനെ ആയിരിക്കും ഡെവലപ്മെന്റ് വരിക. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും. ഈ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജസ് ആയിരിക്കും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിരമിഡ് നമ്മൾ ജസ്റ്റ് നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു. നമുക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് എ പെന്റഗണൽ പ്രിസം ഓഫ് 20 mm base edge and 75 mm height resting on ground with one of its base edges parallel to VP. എപ്പോഴും നമ്മൾ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെപ്പോഴും സെക്ഷൻ ചെയ്യുമ്പോഴും ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോഴെല്ലാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് ഫിഗർ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് XY ലൈൻ വരയ്ക്കാം. XY ലൈൻ വരയ്ക്കുന്നു. ദെൻ ബേസ് ഫിഗർ പെന്റഗണൽ പ്രിസമാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെന്റഗണൽ പ്രിസമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയായിരിക്കും ഡെവലപ്മെന്റ്? അതായത് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രിസമാണെങ്കിൽ ഇങ്ങനെയാണ് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കും വരിക. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1 2 3 4 5 6 ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. അതായത് ഇതൊരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. 6 സൈഡ് ആണ്. അതായത് ഈ 6 എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആയിരിക്കും. പിന്നെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനല്ല പ്രിസത്തിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗൺ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെക്സഗണൽ പ്രിസം ഇവിടുന്ന് കട്ട് ചെയ്യുന്നു, നമ്മൾ നേരെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഹെക്സഗണൽ പ്രിസത്തിന്റെ വരയ്ക്കുക. അപ്പം പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ടോട്ടൽ ലെങ്ത്. പ്രിസത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആയിരിക്കും. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ്. അതായത് പെന്റഗൺ ആണെങ്കിൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ 20 mm ആണ് പെന്റഗണിന്റെ ബേസ് എഡ്ജ്. പെന്റഗൺ ആണ്, അപ്പൊ 20 × 5 ടോട്ടൽ
20 mm 5 പീസസ് ആണ് ഇവിടെ. ഇത് ഹെക്സാഗണൽ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് 6 പീസസ് ഉണ്ട് ഇവിടെ. അതായത് ഹെക്സാഗണൽ പ്രസം ആയതുകൊണ്ട് 6 ബേസിന്റെ ലെങ്തിൽ 6 പീസസും ഇതെന്ന് പറയാൻ ടോട്ടൽ ഹൈറ്റും. ഓക്കെ, ഇത് നമുക്ക് വരയ്ക്കുന്നതിന് മുമ്പ് ബേസ് ഫിഗർ വരയ്ക്കാം. ബേസ് ഫിഗറിന് വേണ്ട കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പാരലൽ ടു HP. ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ എല്ലാം റെസ്റ്റിംഗ് ഓൺ HP അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 20 mm ആണ്. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പാരലൽ ടു VP ആണ്. VPക്ക് പാരലൽ ആയിട്ട് ഒരു ബേസ് എഡ്ജ് വരച്ച് വേണം ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 20 mm ഉള്ള ബേസ് മുകളിൽ തന്നെ പാരലൽ വരയ്ക്കണം എന്നില്ല, താഴെ വേണമെങ്കിലും വരയ്ക്കാം. എവിടെയെങ്കിലും ഒരു പാരലൽ ബേസ് എഡ്ജ് എടുക്കുക 20 mm. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രസവത്തിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പെൻഡാന്റെ സൈഡ് വരയ്ക്കുകയാണ്. വേറെ 20 mm ആണ് സൈഡ്. ഓക്കെ, 1 നേരത്തെ പറഞ്ഞായിരുന്നു പെന്നാണ് ഒരു ബേസ് എഡ്ജ് പാരലൽ ടു VP എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല, താഴെ വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം. താഴെ വെച്ച് വരയ്ക്കാനുള്ള ഏകദേശം ഷേപ്പ് എന്ന് പറയുന്നത് താഴത്തെ ബേസ് എഡ്ജ് പാരലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബേസ് എഡ്ജ് പാരലാക്കി എടുത്തു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാം. അതാണ് കറക്റ്റ് ആണ്. ഒരു ബേസ് എഡ്ജ് പാരലൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എവേ ഫ്രം VP അല്ലെങ്കിൽ നിയർ VP അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പൊസിഷനിൽ ഏത് പൊസിഷൻ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷനാണ് വരച്ചത്. ദെൻ ഇതിന്റെ ഫ്രണ്ട് വരയ്ക്കാം. നോർമലി വരയ്ക്കുന്ന പോലെ ഫസ്റ്റ് ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ബൈസെക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിപ്പോൾ ഇതിന്റെ സെന്റർ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വരയ്ക്കാം. ആക്സിസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റിൽ പറഞ്ഞിട്ട് 75 mm ആണ്. ഓക്കെ, അപ്പം സെൻട്രൽ കൂടെ അതിന്റെ ഹൈറ്റ് 75 mm മാർക്ക് ചെയ്യണം. ബാക്കി സൈഡ്സ് എല്ലാം 75 മാർക്ക് ചെയ്യണം. അത്യാവശ്യം ലോങ്ങർ ആയിട്ടുള്ളൊരു പ്രസവമാണ്. ഇത് ആക്ച്വലി വിസിബിൾ അല്ല, സോ ഡോട്ടഡ് ആക്കി വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഇവിടോട്ടാണ് നമ്മൾ ബേസ് എടുത്തത്, അപ്പോൾ അത് വിസിബിൾ ആയിരിക്കില്ല. ഇതാണ് നമുക്ക് വേണ്ട പെൻഡഗണൽ പ്രസത്തിന്റെ ബേസ് ഫിഗർ. ജസ്റ്റ് വേഗം ഒന്ന് നെയിം ചെയ്യാം. ABCDE സെന്ററാണ് ജസ്റ്റ് ഒരു ഓർഡർ. ABCD
ഓക്കെ, ഇതാണ് ഇത്ര വരയ്ക്കും ബേസിക് കംപ്ലീറ്റ്. പിന്നെ ഈ ലൈൻ വേണം നമുക്ക് ഡാർക്ക് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ആക്സിസോടെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വിസിബിൾ ലൈൻ ഉണ്ട്, അതുകൊണ്ട് ഡാർക്ക് ആയിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ആക്സിസ് വരച്ചാലും പ്രശ്നമൊന്നുമില്ല, ഡാർക്ക് ഒരു ലൈൻ ഉണ്ട്, അതുവഴി ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിസത്തിന്റെ ബേസ് ഫിഗർ. ഓക്കെ, ഇത് ഇനി ഡെവലപ്മെന്റ് നമുക്കറിയാം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും. പിന്നെ പെൻഡാൺ ആകുമ്പോൾ ഈ ഒരു പീസ് കുറയും. അതായത് നമ്മൾ ഹെക്സാന്റെ ആണ് കാണിച്ചത്. പെൻഡാൺ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ 5 സൈഡ്സ് കാണത്തുള്ളൂ. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിന്റെ ലെങ്ത് ആയിരിക്കും. ഇവിടെ ബേസിന്റെ ലെങ്ത് 20 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 20 mm ആണ്. 20 mm 5 ടൈംസ്, അത് ടോട്ടൽ 100 mm ലെങ്തിന്റെ ലൈൻ വരയ്ക്കുക. അതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് വരയ്ക്കുക. നോർമലി ഡെവലപ്മെന്റ് വരയ്ക്കാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പാരലൽ ലൈൻ മെത്തേഡ് ഉണ്ട്, റേഡിയൽ ലൈൻ മെത്തേഡും ഉണ്ട്. പാരലൽ ലൈൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിസം അല്ലെങ്കിൽ സിലിണ്ടർ വരയ്ക്കാനാണ്. അതായത് പ്രിസം ഓർ സിലിണ്ടർ, അവിടെയാണ് പാരലൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. റേഡിയൽ ലൈൻ യൂസ് ചെയ്യുന്നത് പിരമിഡ് ഓർ കോണിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് റേഡിയൽ ലൈൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ പ്രിസോ പിരമിഡ് ആണെങ്കിൽ പാരലൽ ലൈൻ മെത്തേഡ്, പിരമിഡോ കോൺ ആണെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ്. ഓക്കെ, ഇവിടെ പാരലൽ ലൈൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് വേണമെങ്കിൽ എക്സ് ലൈനോട് ചേർത്ത് തന്നെ അറിയാം, അല്ലെങ്കിൽ മാറ്റി വരച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് 10 mm ലൈനിന്റെ ലെങ്ത് മതി. എക്സ് ലൈനിന് ചേർന്ന് തന്നെ വേണമെന്നില്ല, പാരലൽ വരച്ച് പോവാം. എക്സ് ലൈന് നേരെയാണെങ്കിൽ നമുക്ക് ഉള്ള പോയിന്റ്സ് എല്ലാം നമുക്ക്, അതായത് നമുക്ക് വരയ്ക്കേണ്ടത് ആക്ച്വലി ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് അല്ല, കട്ട് ചെയ്തൊരു സോളിഡിന്റെ, നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു ഒരു സോളിഡിനെ പെൻഡാൺ ആണെങ്കിൽ പെൻഡാൺ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്റെ ഡെവലപ്മെന്റ് ആണ് വരയ്ക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാത്ത ഫുൾ സോളിഡിന്റെ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പൊ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പോയിന്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാരലൽ ലൈൻസ് വെച്ച് ലൊക്കേറ്റ് ചെയ്യാം. ഈ സെയിം പാരലായിട്ടാണ് വരച്ച് പോകുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ് ലൈനിന്റെ നേരെ തന്നെ വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്, സ്പേസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മാറ്റി പേജിൽ എവിടെ ഇല്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ വരച്ചാലും മതി. ഓരോ ഡയമെൻഷൻസും അല്ലെങ്കിൽ ലെങ്തും മെഷർ ചെയ്ത് മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് നേരെ വരയ്ക്കാൻ സ്പേസ് ഉണ്ട്, നമുക്ക് നേരെ തന്നെ വരയ്ക്കാം. ഈ എക്സ് ലൈന് നേരെ തന്നെ 10 mm ഒരു ലെങ്തിൽ ലൈൻ വരയ്ക്കാം. ഈ 10 mm എന്ന് പറയുമ്പോൾ ടോട്ടൽ 10 mm ലെങ്തിൽ ലൈൻ വരച്ചു. നമുക്ക് വേണ്ടത് 20 mm ആണ് ബേസ്. 20 mm കട്ടിങ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. 10, 2, 4, 6, 8, 10. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ നേരെ പാരലൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എടുത്ത് മാർക്ക് ചെയ്താലും മതി. 75 mm ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പാരലായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, 75 mm ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ നമുക്ക് 75 mm ഹൈറ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറിപ്പോ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ 10 mm ആണ്. 20 mm മാർക്കിങ്സ് ഇടാം. നിങ്ങൾക്ക് പാരലൽ വരയ്ക്കുമ്പോൾ തെറ്റാതിരിക്കാനാണ് രണ്ടിടത്ത് മാർക്കിംഗ് ഇടുന്നത്, അല്ലെങ്കിൽ ഇവിടെ നേരെ വരച്ചങ്ങ് പോയാൽ മതി. പക്ഷെ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് ഒരു പെന്റഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ 2 ലൈൻസ്, ഒന്നെങ്കിൽ AP ആണ് അല്ലെങ്കിൽ CR. ഒന്നെങ്കിൽ AP എന്നുള്ള ലൈൻ ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ AP ആയിരിക്കും. അല്ലെങ്കിൽ RC എന്നുള്ള ലൈനിൽ വെച്ച് കട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ RC ആയിരിക്കും ആ ലൈൻ എന്ന് പറയുക. അതായത് ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൾഡ്, ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു ഇഡ്ജ് ഒഴിവാക്കിയാൽ പെൻഡാൺ തന്നെ ആവും. ഓക്കെ, ഇതൊരു പെൻഡഗണൽ പ്രിസമാണ്. പെൻഡഗണൽ പ്രിസം ഏകദേശം ഇങ്ങനെയായിരിക്കും ഷേപ്പ് വരിക. ഓക്കെ, പെൻഡഗണൽ പ്രിസം. ദെൻ അതിന്റെ ഓരോ പോയിന്റ്സ് നമുക്ക് പറയാം.
പെന്റഗൺ പ്രിസത്തിന്റെ പൊസിഷൻ ഇപ്പം ഇങ്ങനെയാണ് അതിന്റെ പൊസിഷൻ ഇരിക്കുന്നത്. അതായത് ഒരു ബേസ് എഡ്ജ്, ഈ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പാരലൽ ടു വി പി ആക്കി പ്ലേസ് ചെയ്ത പൊസിഷനിലാണ് ഇരിക്കുന്നത്. നെയിം എന്ന് പറയുന്നത് ABCDE ഇങ്ങനെയാണ് നെയിം പോകുന്നത്. ഇവിടെ AB, ഓക്കെ, ഇത് ABCDE. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് വേണം ആ എൻഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇങ്ങനെയാണ്. ഇവിടെയാണ് A കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ നെയിമിങ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ABCDE, താഴെ വരുമ്പോൾ PQRST അതാ വരും. ഓക്കെ, അപ്പൊ ഇത് ABCDE ആണ്. അപ്പൊ A നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ A ഇവിടെ ഇരിക്കുന്നു, ഇവിടെ നേരെ നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. 5 സൈഡ് ഈ ഷേപ്പാണ് അവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സൈഡ് പാരലല്, അതിന് അപ്പുറത്തെ സൈഡിലാണ് ഈ എൻഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് A ആണ്, വേണമെങ്കിൽ ജസ്റ്റ് ആ നെയിം കൂടെ കൊടുക്കുക. ഇത് A B C D E. ഇതെന്ന് പറയുന്നത് A തന്നെയാണ്. A എന്നാണ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പൊസിഷൻ. നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. ABC പാരലാണ്, ബേസ് എഡ്ജ് പാരലൽ ടു VP ആണ്. ABCDE ഇതാണ് പെന്റഗണിന്റെ പൊസിഷൻ. നമ്മൾ AP എന്ന് കട്ട് ചെയ്തു, എയുടെ നേരെ താഴെ P ആണ്. AP എന്ന് കട്ട് ചെയ്യുന്നു, നമ്മൾ നേരെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നെയിം എന്തായിരിക്കുന്നത്? അപ്പൊ ABCDE അവസാനം ഈ കട്ട് ചെയ്തെടുത്തത് തന്നെ സെയിം പോർഷൻ ആയിരിക്കും വരുന്നത് A. അപ്പൊ ഈ സൈഡിൽ എയുടെ പുറകിൽ P ആണ്, PQRST ലാസ്റ്റ് P. ഓക്കെ, ഇങ്ങനെയായിരിക്കും നെയിമിങ് വരിക. ABCDE ഫൈനലി A, അതുപോലെ PQRSTP. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ AP എന്നുള്ള ലൈനിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴെ P, മുകളിൽ A. ഇതായിരിക്കും ഫസ്റ്റ് പോയിന്റ് വരിക. സെക്കൻഡ് വരുന്നത് നെക്സ്റ്റ് വിസിബിൾ വരുന്നത് B ആണ്. ഓക്കെ, അപ്പൊ AB നമ്മൾ നെയിം ചെയ്ത് കറക്റ്റ് ആയതുകൊണ്ട് C കറക്റ്റ് ഓർഡറിൽ തന്നെ പോകും. ഫൈനലി A വരും, PQRST ലാസ്റ്റ് ഇവിടെ P വരും. ഓക്കെ, ഇത്രയും വരയ്ക്കുമ്പോൾ ഫുൾ സോളിഡിന്റെ ഒരു ഡെവലപ്മെന്റ്, അതായത് ഒരു പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ചോദിച്ചാൽ ഇത്ര ഉള്ളു വരയ്ക്കാം. ടോട്ടൽ ലെങ്ത് എത്ര നോക്കുക. ഈ ലെങ്ത് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്ന് പറയും. മാർക്ക് ചെയ്യാം. ഈ ടോട്ടൽ ലെങ്തിന് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്നാണ് പറയുക. സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഈക്വൽ ടു വേണമെങ്കിൽ 100 mm എന്ന് എഴുതാം, അല്ലെങ്കിൽ 20 × 5 mm എന്തുകൊണ്ടും എഴുതാം. ഓക്കെ, ഇതിനെയാണ് ടോട്ടൽ ലെങ്തിനെ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്ന് പറയും. ഈ ഹൈറ്റ് നമുക്കറിയാം, സോളിഡിന്റെ സെയിം ഹൈറ്റ്, അതായത് 75 mm ഈ ഹൈറ്റ്. ഓരോ ബേസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാലും 25 mm ആയിരിക്കും. ബേസ് എഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും ഓരോ പാർട്ടും വരും. 25 ആയിരിക്കും. ടോട്ടൽ 100. വേണമെങ്കിൽ ഹൈറ്റ് ഡയമെൻഷൻ ചെയ്യാം. പാരലൽ വരയ്ക്കുകയാണെങ്കിൽ ഹൈറ്റ് ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഹൈറ്റോടെ ജസ്റ്റ് ഒന്ന് ഡയമെൻഷൻ ചെയ്യാം. എന്നുള്ളത്. ഓക്കെ, ഇത്ര ചെയ്യുമ്പോൾ ഒരു പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോണാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പിരമിഡിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് നോക്കാം. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും സിലിണ്ടറും വരിക. കാരണം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, ഇതാണ് ഒരു സിലിണ്ടർ എങ്കിൽ ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് നേരെ ഓപ്പൺ ചെയ്യുന്നു. നേരെ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഫുൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയായിരിക്കും വരിക. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ്, അതായത് 2πr എന്നുള്ളതായിരിക്കും ടോട്ടൽ ലെങ്ത്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr അല്ലെങ്കിൽ πd. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെ ആയിരിക്കും. അതായത് പ്രിസം പോലെ പാരലൽ ലൈൻ മെത്തേഡാണ് രണ്ടും.
പ്രിസവും സിലിണ്ടറും. സിലിണ്ടർ ആകുമ്പോൾ ഇതിന് ലാറ്ററൽ സർഫസ് മാത്രം മതി നമുക്ക്. ഓക്കെ, ഇത് നേരെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഇതുപോലെ ലൈൻസ് ഇല്ല, പകരം തിൻ ലൈൻസ്. അതായത് നമ്മൾ നേരത്തെ സിലിണ്ടർ വരയ്ക്കുമ്പോൾ 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോയിരുന്നത്. അതുപോലെ ഇവിടെ 8 ഈക്വൽ പാർട്സ് ആണ്, പക്ഷെ അതെല്ലാം തിന്നായിട്ടായിരിക്കും മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ നമ്മൾ തിന്നായിട്ടാണ് സിലിണ്ടറിന്റെ ഡയഗ്രാമിൽ മാർക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ സിലിണ്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കംപ്ലീറ്റ് സർഫസ് ഓഫ് എ സിലിണ്ടറിക്കൽ ഓയിൽ ഡ്രം. The diameter of the drum is 55 mm and height is 80 mm. Okay, diameter 55 ഉം ഹൈറ്റ് 80 ആയിട്ടുള്ള സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബേസ് ഫിഗർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം സിലിണ്ടർ ആയാലും കോൺ ആയാലും അങ്ങനെ ഒറ്റ ബേസ് ഫിഗറേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് സിലിണ്ടറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 55 mm ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറയുമ്പോൾ 55.5, ഏകദേശം 27.5 mm ആയി. ഓക്കെ, 27.5 mm പിന്നോണ്ട് തന്നെ വരയ്ക്കാം. അതായത് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, 27.5 mm ആണ് റേഡിയസ് വരിക. 27.5 റേഡിയസ് എടുക്കുക. റേഡിയസിൽ ഒരു സർക്കിൾ മാർക്ക് ചെയ്തു. സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ ആയി. നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. സിലിണ്ടറിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെക്ടാങ്കിൾ ആണ്. ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വരച്ചിട്ടുള്ളതാണ്. നമുക്ക് നേരെ ആദ്യം ആക്സിസ് മാർക്ക് ചെയ്യും. പിന്നെ അതുപോലെ സിലിണ്ടറും കോണും വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പോയിന്റ്സ് കിട്ടാൻ വേണ്ടി, ഡെവലപ്മെന്റിലെ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് വേണേൽ കറക്റ്റ് ആംഗിൾ എടുത്ത് ഡിവൈഡ് ചെയ്താൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആംഗിൾ എന്നുള്ള രീതിയിൽ എടുത്താലും മതി. നമുക്ക് ഓരോ പോയിന്റ്സും. ഹൈറ്റ് എന്ന് പറയുന്നത് 80 mm ആണ് ഹൈറ്റ്. ഹൈറ്റ് കൂടിയൊരു സോൾഡ് തന്നെയാണ്. ആക്സിസിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞത് പ്രിസം ആയാലും സിലിണ്ടർ ആയാലും പാരലൽ ലൈൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്താണ് കറക്റ്റ് ആ ഒരു സെക്ഷന്റെ സോളിഡിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം പാരലലി പോയിന്റ്സ് ഒക്കെ വരുന്ന എടുക്കുമ്പോൾ ക്ലിയർ ആകും എന്താണ് പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയി. ഈ ഫ്രണ്ട് വ്യൂ നെയിം ചെയ്യാൻ മുമ്പ് ഇതിൻ്റെ ഇടയ്ക്കത്തെ കുറച്ച് ലൈൻസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. നമ്മൾ ഒറിജിനലി ഇങ്ങനെ ലൈൻസ് ഇല്ല, നമ്മൾ ഇമാജിൻ ചെയ്ത് വരച്ചാണ്. ഈ ഈക്വൽ പാർട്സ് ആക്കാൻ വേണ്ടി മാത്രം എടുത്ത ലൈൻസ് ആണ്. നമുക്ക് ഡാർക്ക് ആക്കണമെന്നില്ല. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോൾ സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് വേഗം ഒന്ന് നെയിം ചെയ്യാം. A B C D E F G H അതുപോലെ P ഞാൻ നെയിമിങ് വരാം. ഇവിടെ വരുമ്പോഴത്തേക്കും മുകളിലത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ABCD ആണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ സോൾഡ് ആകുമ്പോൾ ഡെവലപ്മെന്റിൽ നെയിമിങ് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. പക്ഷെ നമുക്ക് സെക്ഷന്റെ സോൾഡ് വരയ്ക്കുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റിൽ ആ നെയിം കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, നമ്മൾ പാരലൽ ലൈൻ മെത്തേഡാണ് നേരെ ഡെവലപ്മെന്റ് വരയ്ക്കുക. ഞാനിപ്പോൾ ഈ XY ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൽ തന്നെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ XY ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര നോക്കണം.
ഇവിടെ കറക്റ്റ് പാരലി വരച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ലെങ്ത് നമുക്കറിയാം 80 mm ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെവലപ്മെന്റ് എൻഡ് പോയിന്റ്, ഐ മീൻ എൻഡിലെ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് ടോട്ടൽ ലെങ്ത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു സിലിണ്ടർ നേരെ തുറന്നു കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരിക. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr അല്ലെങ്കിൽ πd ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ കാൽക്കുലേറ്ററിൽ 2πr അല്ലെങ്കിൽ πdയുടെ വാല്യൂ എത്ര നോക്കണം. നോക്കുമ്പോഴത്തേക്ക് 2 × 3.14 × ക്വസ്റ്റ്യനിലെ റേഡിയസ് എന്ന് പറയുന്നത്, ഓക്കെ, റേഡിയസ് എടുക്കുന്നതിന് πd എടുക്കാം. πd എന്ന് പറയുമ്പോൾ 3.14 × ഡയമീറ്റർ എന്ന് പറയുന്നത് 55 mm ആണ്. ഇത് ടോട്ടൽ ലെങ്ത് എത്ര കിട്ടുന്നത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ πd, അതായത് π × 55 എന്ന് പറയുമ്പോൾ 172.7 mm ആണ് ടോട്ടൽ ലെങ്ത് വരിക. അതായത് ഇതിന്റെ പെരിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് പെരിമീറ്റർ അതാണ് ഈ 2πr എന്ന് പറയുന്നത്. ഈ ബേസ് പെരിമീറ്റർ നമുക്ക് ഇടുന്നത് 172.7 ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് 172.7 വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് നേരെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 172.7 ഏകദേശം 173 അടുത്ത് 0.7 നമുക്ക് സ്കെയിലിൽ കറക്റ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 172.7 ടോട്ടൽ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ഹൈറ്റ് 80 mm ആണ്. ആ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ ലൈനെ ഡിവൈഡ് ചെയ്യണം. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ 172.7 ഡിവൈഡ് ബൈ 8 എന്ന് ചെയ്യും. അപ്പൊ ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. ആ ഡെസിമൽ വാല്യൂ മാർക്ക് ചെയ്യണം. ഡെസിമൽ വാല്യൂ മാർക്ക് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതിന് ആ ഡെസിമൽ വാല്യൂ മാർക്ക് ചെയ്തിട്ട് പിന്നെ കോമ്പസിന് ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ്. ഏതെങ്കിലും ഒരു ലൈന് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ലൈനിന്റെ ലെങ്ത് വരയ്ക്കും. നമുക്കിപ്പം 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് വേണ്ടത്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 8 mm ഒരു ലൈൻ ഏതെങ്കിലും ഒരു ആംഗിളിൽ മാർക്ക് ചെയ്താൽ മതി. 8 ഈക്വൽ പാർട്സ് ആയിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ 8 mm ഒരു ലൈൻ വരയ്ക്കും. 8 mm ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ആ ലൈനിൽ 8 ഈക്വൽ പാർട്സ് മാർക്ക് ചെയ്യും. അതായത് ഇവിടെ മാർക്ക് ചെയ്യണേ 1, ഓരോ mm ഓരോ മാർക്കിങ്സ് കൊടുത്താൽ 8 ഈക്വൽ പാർട്സ് ആയി. എനിക്ക് ടോട്ടൽ 8 mm ലൈൻ വരച്ചു. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം, എത്ര എടുത്താലും കുഴപ്പമില്ല. 8 സെന്റിമീറ്ററിന്റെ ലൈൻ വരച്ചു. എന്നിട്ട് ഓരോ സെന്റിമീറ്ററിലും ഓരോ മാർക്കിങ്സ് എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ഈക്വൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, ഇതിന്റെ എൻഡിൽ നിന്ന് ഇതിന്റെ എൻഡിലേക്ക് ഒരു ക്ലോസിംഗ് ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ പോയിന്റ്സിൽ നിന്നും ഈ ലൈന് പാരലായിട്ട് ഈ ലൈനിലേക്ക് ലൈൻസ് മാർക്കണം. അതായത് അടുത്ത കട്ട് വരുന്നത് 1 സെന്റിമീറ്റർ ലൈനിൽ നിന്നാണ്. അവിടുന്ന് ഈ ലൈന് പാരലായിട്ട് ഈ ലൈനിലേക്ക് വരയ്ക്കണം. ദെൻ അടുത്ത പോയിന്റ്. അങ്ങനെ ഈ 8 പോയിന്റ്സിൽ നിന്നും ക്ലോസിംഗ് ലൈന് പാരലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ലൈനിലേക്ക് ലൈൻസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ചെയ്താൽ മതി. മറ്റേ ഡെസിമൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, കുഴപ്പമില്ല അങ്ങനെ വരച്ചാലും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 8 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും കിട്ടിയിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരെ വെർട്ടിക്കലി തന്നെ വരച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു 8 ഈക്വൽ പാർട്സ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസിമൽ പോയിന്റ് അത് ഒറ്റ വട്ടം മെഷർ ചെയ്ത് സ്കെയിലിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കോമ്പസ് വെച്ച് വരച്ച് പോവാം. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ വരയ്ക്കണേ, ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഒരു പുതിയൊരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. 8 ഈക്വൽ പാർട്സ് ആയിട്ടാക്കാൻ വേണ്ടി റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് 16 സെന്റിമീറ്റർ ലൈൻ വെച്ചിട്ട് 2 സെന്റിമീറ്റർ വെച്ച് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലോസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരിക. വേഗം നമുക്ക് നെയിം ചെയ്യാം. നമ്മളിവിടെ AP എന്ന് തന്നെയാണ് കട്ട് ചെയ്ത് നെയിം ചെയ്യുന്നത്. അതായത് ഇത് ABCD ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നേരെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ABCD എന്നുള്ള ലൈൻസ് ഇങ്ങനെ പോകും. നമ്മൾ ഡാർക്ക് ആക്കാത്തത് ഇമാജിനറി ലൈൻസ് ആണ്. ആക്ച്വലി ഇങ്ങനെ ലൈൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻസ് എല്ലാം തിന്നായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, നെയിം ചെയ്യാം. A എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് B, ഫൈനലി A വരും. അതുപോലെ താഴെ E, ഇതൊക്കെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് നെയിം ആ ഓർഡർ വരുന്നതുകൊണ്ടാണ്
നമുക്കിവിടെ എങ്ങനെ നെയിം ചെയ്ത് പോകാൻ പറ്റുന്നത്. നമ്മൾ നെയിം ചെയ്യുമ്പോൾ അതേ ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ ഈ നെയിമിങ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ ഒരു സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്ന 2 ക്വസ്റ്റ്യൻസും ചെയ്തു. അതായത് പ്രിസവും സിലിണ്ടറും വരച്ചു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ റേഡിയൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഡെവലപ്മെന്റ്സ് ആയിരിക്കും. ഇതല്ല നമുക്ക് ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട ഇതല്ല. ഇപ്പൊ ഈ ഒരു സോളിന് നമ്മൾ കട്ട് ചെയ്യുന്നു. ഏത് നമ്മൾ സെക്ഷൻ ചെയ്ത പോലെ ഈ ഒരു സോളിന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം നെയിം ചെയ്യണം. കട്ട് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം നെയിം ചെയ്തിട്ട് ഇത് നമ്മൾ പാരലലാണ് ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രിസം ആയാലും സിലിണ്ടർ ആയാലും നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് നേരത്തെ ഇവിടെ നെയിം ചെയ്യും. ഇപ്പൊ ഞാൻ റഫായിട്ടൊന്ന് പറയുന്നുള്ളൂ. 1 2 3 4 5 നെയിം ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ വരയ്ക്കും. പാരലൽ ലൈൻ വരച്ചിട്ടാണ് ഓരോ പോയിന്റ്സും പ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സെക്ഷന്റെ കേസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സിലിണ്ടറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് ഈ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റേഡിയൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും. അതായത് പിരമിഡിന്റെയും കോണിന്റെയും ജസ്റ്റ് എങ്ങനെയാണ് സെക്ഷൻ്റെ അല്ലാത്ത ഫുൾ സോളിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടാം. താങ്ക് യു.